എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 90-ാം സങ്കീർത്തനം വാക്യങ്ങൾ 15 മുതൽ 17 വരെ. സങ്കീർത്തനം 90-ന്റെ 15 മുതൽ 17 വരെ. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോശയുടെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ്. ഒരുപക്ഷെ എല്ലാവരും തങ്ങളുടെ അധ്വാന ഫലം ലഭിക്കേണ്ടതിനായി, കാര്യം സാധിക്കേണ്ടതിനായി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. എന്നാൽ മോശയുടെ പ്രാർത്ഥനയിൽ ഒരു പ്രത്യേക ഭാഗമുണ്ട്. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഇത് ഇംഗ്ലീഷിൽ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ സൗന്ദര്യം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ എന്നാണ്. ദൈവത്തിൻ്റെ സൗന്ദര്യം എൻ്റെ മേൽ ഇരിക്കണമേ. അത് ലഭിച്ചാൽ നമ്മുടെ ജീവിതം ഫലമുളവാക്കും. നമ്മുടെ ശത്രുക്കളെ കീഴടക്കാൻ സാധിക്കും. ആത്മീകമായ അനുഗ്രഹങ്ങളുണ്ടാകും. ഈ സൗന്ദര്യത്തിനായി അതിയായ വാഞ്ച ഉണ്ടാകണം. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ഒരു പതിവായിട്ട് തീർന്നു പോകാറുണ്ട്. പ്രത്യേക ചില കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്ന ഒരു അടിമയെ പോലെയാണ് പലപ്പോഴും ദൈവത്തെ കാണാൻ ശ്രമിക്കുന്നത്. യഹോവയുടെ സൗന്ദര്യം എൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? യഹോവയുടെ സൗന്ദര്യം നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ സകല പ്രാർത്ഥനയും അതിൽ ഉൾക്കൊള്ളും. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ ജനം വിഗ്രഹത്തെ ആരാധിക്കുന്നത് കണ്ട് കോപിക്കുകയും കൽപ്പലകകൾ എറിഞ്ഞു കളയുകയും ചെയ്തവനാണ് മോശ. 32-ാം അധ്യായത്തിലാണ് സംഭവം. എന്നാൽ മോശയുടെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി തനിക്ക് ലഭിച്ചു എന്നുള്ളത് പുറപ്പാട് 33-ന്റെ 7 മുതൽ 16 വരെയുള്ള ഭാഗം വായിക്കുമ്പോഴാണ്. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് സംസാരിച്ചു. 11-ാമത്തെ വാക്യത്തിൽ മാത്രമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ കൂടെ പോകും എന്നുള്ള ഉറപ്പും അവന് ലഭിച്ചു. അതായത് പോകുന്ന ഇടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ലഭിക്കുക, അതിൻ്റെ ഉറപ്പുണ്ടാകുക, അതൊരു വളരെ പ്രത്യേകതരമായ അനുഭവമാണ്. ദൈവത്തിൻ്റെ ദൂതും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പും നമുക്ക് ലഭിക്കുമെങ്കിൽ ഉടനെ ഇരിക്കുന്ന ഇടത്ത് നിന്ന് നാം ഇറങ്ങും. ദൈവസന്നിധിയിൽ നിന്ന് ഒരു ചെറിയ ദൂത് ലഭിച്ചാൽ അത് എവിടെയെങ്കിലും അവതരിപ്പിക്കാനുള്ള വ്യഗ്രത നമുക്ക് പലർക്കുമുള്ളതാണ്. എന്നാൽ മോശ തനിക്ക് ലഭിച്ച ദൂതും ദൈവസാന്നിധ്യത്തിൻ്റെ ഉറപ്പും എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ തേജസ് കണ്ട് തൻ്റെ മുഖം തേജസ്സുള്ളതായി തീരണം. ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മുഖത്ത് കാണണം. ഇത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മുഖത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതുവാഹകരായി നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. ദൈവം മോശയോട് ദൂത് കൊടുത്തു, സാന്നിധ്യം കൂടെ പോരാമെന്ന് പറയുകയും ചെയ്തു. അവ പ്രാപിച്ചുകൊണ്ട് താഴെ ഇറങ്ങിച്ചെന്നപ്പോൾ മോശ കോപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് മോശ തൃപ്തനായില്ല. നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന കേട്ടു.
അവൻ തേജസ്സുള്ളവനായി ഇറങ്ങി വന്നു. ആ മനോഹരത്വം നാം പ്രാപിച്ചാൽ അത് മറ്റുള്ളവർ നമ്മിൽ കാണും. ശിഷ്യന്മാരെ പരീശന്മാരും ശാസ്ത്രിമാരും അവർ മുക്കുവന്മാർ, പഠിപ്പില്ലാത്തവർ, സാമാന്യർ എന്നിങ്ങനെയൊക്കെയാണ് കണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അവരെപ്പറ്റി പറയുന്നത് അവർ യേശുവിനോട് കൂടെയുള്ളവർ എന്നാണ്. അതായിരുന്നു അവർക്കുണ്ടായിരുന്ന ഏക യോഗ്യത, അതായിരുന്നു അവരുടെ സൗന്ദര്യം. അപ്പോൾ നമ്മുടെ സൗന്ദര്യം അതായിരിക്കണം. ഇതുപോലെ നമ്മുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന മറ്റൊന്നുമില്ല. ഏതെങ്കിലും ദൈവശാസ്ത്ര പഠനം കൊണ്ടോ പരിശീലനം കൊണ്ടോ ഒന്നുമല്ല അത് ലഭിക്കുക. അതൊക്കെ നല്ലതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തെ സൗന്ദര്യമാക്കുന്നത് യേശുവിനോടുള്ള ബന്ധമാണ്. എലീശയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. കൂടെ കൂടെ അദ്ദേഹം ഒരു സ്ഥലത്തുകൂടെ നടന്നു പോകുന്ന പതിവുണ്ടായിരുന്നു. ശൂന്യംകാരത്തിയുടെ വീടിന് മുൻപിലൂടെ ഒരു സ്ത്രീ, അതായത് ശൂന്യംകാരത്തി, ഇവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ആളിനോടുള്ള പരിചയം വർദ്ധിച്ചു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആ ശൂന്യംകാരി സ്ത്രീ ഇപ്രകാരം പറഞ്ഞു: കൂടെ കൂടെ നമ്മുടെ ഈ വഴിയായി കടന്നു പോകുന്ന ഈ മനുഷ്യൻ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. ഇതിനു മുൻപ് എലീശ ഒരു പ്രവാചകനെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അതിനു മുൻപ് അത്ഭുതം പ്രവർത്തിച്ചതായിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ അവൻ ഒരു ദൈവപുരുഷൻ എന്ന് ആ സ്ത്രീ കണ്ടു. അപ്പോൾ ദൈവ തേജസ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കാണും എന്നതാണ് വാസ്തവം. കൊരിന്ത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായ നാം എല്ലാവരും. 2 കൊരിന്ത്യർ 3:18 നാം എല്ലാവരും എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയല്ല. ആ ലേഖനം വായിച്ച സകലരും അപ്രകാരമായി തീരണമെന്നാണ് പൗലോസിൻ്റെ ആഗ്രഹം. ഈ തേജസ് നമുക്ക് ആവശ്യമായതുകൊണ്ട് അത് നാം ചോദിച്ച് വാങ്ങിക്കേണ്ടതാണ്. എന്നാൽ ഇത് നഷ്ടപ്പെട്ടു പോകാവുന്ന ഒന്നാണെന്ന് വേദപുസ്തകത്തിലെ പല ജീവിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരിക്കൽ തേജസ് ലഭിച്ചതുകൊണ്ട് നാം എന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കണമെന്നില്ല. മോശയുടെ മുഖത്തുണ്ടായിരുന്ന മഹത്വം കുറച്ചു കഴിഞ്ഞപ്പോൾ മാറിപ്പോകുന്നതായിരുന്നു എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ആ തേജസ് യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ മഹത്വം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. മോശ വീണ്ടും വീണ്ടും പ്രാപിക്കാൻ ദൈവസന്നിധിയിലേക്ക് കയറിപ്പോയി. അത് കടന്നു പോകുന്ന മനോഹരത്വമാണ്. ശിംശോന്റെ ജടയും 2 കണ്ണും പോയപ്പോഴാണ് തൻ്റെ മനോഹരത്വം പോയതെന്ന് മനസ്സിലാക്കുന്നത്. അവൻ ഓരോ പ്രാവശ്യവും സോരേക്ക് താഴ്വരയിലേക്ക് ഇറങ്ങുമ്പോഴും അവൻ്റെ മനോഹരത്വം കുറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യവും നമ്മൾ വീഴ്ചയിലകപ്പെടുമ്പോൾ ഈ മനോഹരത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പുതിയ ഒരു ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തേജസ്സും മനോഹരത്വവും സൗന്ദര്യവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ പ്രാപിച്ച മഹത്വം നഷ്ടപ്പെടാൻ ഇടയായത് ജീവിതത്തിലുണ്ടായ വീഴ്ചകളാവാം. പിച്ചള പാത്രത്തിന് ക്ലാവ് പിടിച്ച് തിളക്കമില്ലാതാകുന്നത് പോലെയാണ് നമ്മുടെ ജീവിതവും. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും പ്രാപിക്കേണ്ടിയിരിക്കുന്നു. യഹോവയുടെ തേജസ് എവിടെ ലഭിക്കുമെന്ന് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. ബഹുമാനവും തേജസ്സും അവൻ്റെ മുൻപിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലും ഉണ്ട്. 96-ാം സങ്കീർത്തനത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മോശ തേജസ് പ്രാപിച്ചത് ദൈവസന്നിധിയിലാണ്. സാത്താൻ ദൈവസന്നിധിയിൽ നിന്ന് യോശുവയെക്കുറിച്ച് അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനാണെന്ന് കുറ്റം വിധിച്ചപ്പോൾ മുഷിഞ്ഞ വസ്ത്രം മാറ്റി വെണ്മയുള്ള വസ്ത്രം ധരിപ്പിക്കുക എന്ന് ദൈവം ദൂതനോട് കൽപ്പിച്ചതായി നമ്മൾ വായിക്കുന്നു. അകൃത്യം അവനിൽ നിന്ന് പോക്കിയിരുന്നുവെന്ന് ദൈവം പറഞ്ഞത് യോശുവ ദൈവസാന്നിധ്യത്തിൽ തേജസ് ധരിക്കപ്പെട്ടവനായി തീർന്നു. മഹാപുരുതനായ യോശുവയെക്കുറിച്ചാണ് സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് വായിക്കുന്നത്. ഈ സൗന്ദര്യം വർദ്ധിക്കുന്നതും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ്. ദൈവസന്നിധിയിൽ ഇരിക്കാതെ പോയാൽ ഈ സൗന്ദര്യം മങ്ങിപ്പോകാം.
മോശ വീണ്ടും വീണ്ടും ദൈവസന്നിധിയിലേക്ക് കടന്നു എന്നത് ഇതിനു വേണ്ടിയായിരുന്നു. നമുക്കും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ തേജസ്സും സൗന്ദര്യവും ഒരു ചന്ദ്രൻ സൂര്യനിൽ നിന്ന് ശോഭ പ്രാപിക്കുന്നത് പോലെ, വെളിച്ചം സ്വീകരിക്കുന്നത് പോലെ അത് സ്വീകരിച്ച് ജീവിപ്പാൻ സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി അടിയങ്ങൾക്ക് നൽകിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ വന്ന് തിരുമുഖത്തേക്ക് നോക്കുന്നു. മോശ പ്രാർത്ഥിച്ചതുപോലെ അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ പറയണമേ. അവിടുത്തെ സൗന്ദര്യം ഞങ്ങൾക്ക് പകരണമേ. കർത്താവേ, മനോഹരത്വം അവിടുത്തെ മന്ദിരത്തിലുണ്ട് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചുവല്ലോ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാറ്റമില്ലാത്ത കൃപയിലും കരുണയിലും സാന്നിധ്യത്തിലും അടിയങ്ങളെ നടത്തണമേ. നിരവധി ആവശ്യങ്ങളുമായി അവിടുത്തെ സന്നിധിയിൽ ചേർന്ന് വരുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയുടെയും സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സഹിത്വത്തിൻ്റെയും ഒരു പകൽ ഞങ്ങൾക്ക് നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ജീവിത ഇടങ്ങളിൽ കർത്താവിനെ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ആയുരാരോഗ്യത്തിൻ്റെയും പുതിയ നാളുകൾ അവിടുന്ന് നൽകണമേ. യേശു മശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും സാന്നിധ്യവും സൗന്ദര്യവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.